കഥ തുടരുന്നു. കീർത്തി സീറ്റിലിരുന്നതേയുള്ളൂ. പ്യൂൺ മാധവൻ നായർ പറഞ്ഞു, വന്നാലുടനെ സാറിൻ്റെ മുറിയിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. കീർത്തിയുടെ മുഖം വിളറി. അതുകണ്ട് മാധവൻ നായർ പറഞ്ഞു, ഇന്ന് താമസിച്ചു പോയി അല്ലയോ? പേടിക്കണ്ട, സാറ് വഴക്കൊന്നും പറയില്ല. കീർത്തി അപ്പോൾ കൂടുതൽ വിളറി. അവളുടെ തല കുനിഞ്ഞു. അടുത്ത സീറ്റിലിരുന്നവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. അവരൊക്കെ അവരുടെ ജോലികളിലാണ്. ജനാർദ്ദനനും സോമശേഖര പണിക്കരും പത്രം തുറന്നു വെച്ച് അതിലെ ഏതോ വാർത്തയെക്കുറിച്ച് ചർച്ചയാണ്. രണ്ടാളും രണ്ട് യൂണിയനുകളിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ചർച്ചയ്ക്ക് വേണ്ടത്ര വിഷയങ്ങളുണ്ടാവും. അതിനടുത്തുള്ള ടേബിളിൽ പരമേശ്വരയ്യർ തല കുനിച്ചിരുന്ന് എഴുതുകയാണ്. ഇനി ആ തല നിവരണമെങ്കിൽ ഉച്ചയാവണം. കൃത്യം 1 മണി. ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച മനുഷ്യൻ എന്ന് തോന്നാറുണ്ട്. നീണ്ട് ഉള്ളിലേക്ക് അല്പം വളഞ്ഞ പരമേശ്വരയ്യർ ആരോടധികം സംസാരിക്കില്ല. വലം കൈയിൽ ഒരു സഞ്ചിയും ഇടം കൈയിൽ നരച്ചു പഴകിയൊരു കാലം കുടയും തൂക്കി കൃത്യം 9:30 മുമ്പ് ഓഫീസിലെത്തും. കുട അയ്യരുടെ പുറകിലെ അലമാരയ്ക്ക് മുകളിൽ സ്ഥാപിക്കും. സഞ്ചി ഭിത്തിയിലെ ആണിയിൽ തൂക്കും. താഴെ വെച്ചാൽ ഉറുമ്പ് കയറുമെന്ന് ഭയന്നിട്ടാണ്. സഞ്ചിക്കുള്ളിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണ്, ഇടവേളകളിൽ കഴിക്കാനുള്ള കാപ്പി, ലഘുഭക്ഷണം എന്നിവ ഉണ്ടാകും. മറ്റെല്ലാവരും ഇടയ്ക്കിടെ കാപ്പി കുടിക്കാനും മുറുക്കാനും സിഗരറ്റ് വലിക്കാനുമൊക്കെയായി പുറത്തേക്ക് പോകും. പരമേശ്വരയ്യർ മാത്രം പുറത്തു പോവുകയേയില്ല. കാപ്പി സമയമാകുമ്പോൾ കൂജ തുറന്ന് കാപ്പി വയലേക്ക് ഒഴിച്ചു കുടിക്കും. ബാക്കി അടച്ചു വയ്ക്കും. വൈകുന്നേരം കൃത്യം 3:30 കൂജ തുറക്കും. ആരെങ്കിലുമൊക്കെ ചോദിക്കും, സ്വാമി കാപ്പി എക്സ്ട്രാ ഉണ്ടോ? ഇല്ല, എക്സ്ട്രായൊന്നുമില്ല. പഞ്ചസാരയ്ക്കും കാപ്പിക്ക് പൊടിക്കും എന്താ വിലയെന്നറിയില്ലേ? ഭയങ്കര വില. ഇല്ലെങ്കിൽ വേണ്ട സ്വാമി. ചോദ്യകർത്താക്കൾ സ്വയം പരിഹാസ്യരായതിലുള്ള വിളർച്ചയോടെ പിന്തിരിയും. ആന്റണിയുടെയും ശിവപിള്ളയുടെയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. വന്ന ഉടനെ ചെല്ലണമെന്നാണ് സാറ് പറഞ്ഞത്, മാധവൻ നായർ ഓർമ്മിപ്പിച്ചു. കീർത്തി ഫയലുകളും എടുത്ത് ജയനാരായണൻ്റെ ക്യാബിനിലേക്ക് നടന്നു. തിളക്കമാർന്ന കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന ജയനാരായണൻ സാറിനെ വാതിൽ തുറന്നയുടൻ കീർത്തി കണ്ടു. അവളുടെ തല താണുപോയി. മേശയ്ക്കരികിലെത്തി ഫയൽ മേശപ്പുറത്ത് വെച്ച് അവൾ തല കുനിച്ചു നിന്നു. റോസാപ്പൂവിനെ ഓർമ്മിപ്പിക്കുന്ന അവളുടെ ഭംഗിയുള്ള കൊച്ചുമുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു, ഇങ്ങനെ തല കുനിച്ചു നിന്നാൽ എങ്ങനെയാണ് മുഖമൊന്ന് കാണുക? അവൾ മെല്ലെ മുഖമുയർത്തി ജയനാരായണൻ്റെ നേർക്ക് നോക്കി. കണ്ണുകൾ അയാളുടെ കണ്ണുകളുമായി കൂട്ടിമുട്ടിയപ്പോൾ നോട്ടം മാറ്റി. കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും. അയാൾക്ക് ആ വേഷം നന്നായി ഇണങ്ങുന്നുവെന്ന് അവൾ ഓർത്തു. എന്നെ വിളിച്ചത്? എനിക്കൊന്ന് കാണാൻ. അവളുടെ മുഖം ചുവന്നു. ശ്വാസഗതി വേഗത്തിലായി. ഞാൻ പോട്ടെ? എന്തത്ര ഭയം? ജയനാരായണൻ ചിരിച്ചു. എൻ്റെ സ്റ്റെനോയോട് എനിക്ക് സംസാരിച്ചുകൂടെ? കീർത്തിരിക്കൂ, എനിക്ക് ചിലത് പറയാനുണ്ട്. അവൾ നിന്നതേയുള്ളൂ. എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോയിക്കോളൂ, ഞാൻ തടയുന്നില്ല. അവൾക്ക് നിന്നിടത്തു നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ദയനീയമായി അയാളെ നോക്കി. എന്തു പറയുന്നു? പോകുന്നില്ലേ? എന്നോട് ഇഷ്ടമില്ലാത്തയാളിനെ ഞാൻ ശല്യം ചെയ്യില്ല. അവൾ പെട്ടെന്ന് കസേരയിലിരുന്നു. അയാൾ മന്ദഹസിച്ചു. മേശപ്പുറത്തേക്ക് ചാഞ്ഞിരുന്ന് മന്ത്രിക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, അപ്പോൾ എന്നെ ഇഷ്ടമാണ്? എനിക്കത് വിശ്വസിക്കാമല്ലോ? അവൾ പുഞ്ചിരിച്ചതേയുള്ളൂ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിമിഷങ്ങളോളം ഇരുന്നു. കീർത്തിക്കറിയാലോ, ഇന്നോളം ഒരു പെണ്ണിനോടും എനിക്ക് അടുപ്പം തോന്നിയിട്ടില്ല. ഒരു പെണ്ണിനും എന്നെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കീർത്തി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അവൾക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. വാക്കുകൾ തൊണ്ടയ്ക്കുള്ളിൽ എങ്ങോ കുരുങ്ങിക്കിടക്കുന്നു. ഇന്നെന്താ പൊട്ടു തൊടാത്തത്? അവളുടെ നെറ്റിയിലേക്ക് ചൂണ്ടി അയാൾ ചോദിച്ചപ്പോൾ അവൾക്ക് സങ്കോചം തോന്നി. ഈ ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കുന്നുവോ? നാളെ വരുമ്പോൾ പൊട്ട് തുറന്നു. ചുവന്ന പൊട്ട് തീർച്ച. അവൾ തലയാട്ടി. പൊട്ട് കുത്തിയ കീർത്തിയെ കാണാനാണ് ഏറെ ഭംഗി. പൊട്ട് കുത്തിയ കീർത്തിയെ ആണ് എനിക്ക് ഏറെ ഇഷ്ടം. അപ്പോൾ പൊട്ട് തുറച്ചു കളയാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാ ശപിച്ചു. ഞാൻ പോട്ടെ. കീർത്തി എഴുന്നേറ്റു. ഫയലുകളും എടുത്ത് പുറത്തേക്ക് പോന്നു. സാറ് വഴക്കു പറഞ്ഞോ? ഇല്ല. മുഖമെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അവൾ കുനിഞ്ഞിരുന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. കീർത്തി സാറേ, സാറിൻ്റെ പേന സ്വാമിക്കൊന്ന് കൊടുക്കാൻ. ആൻ്റണിയാണ്. അയാൾ എപ്പോഴാണ് വന്നത്? സ്വാമി ഞങ്ങളുടെയൊന്നും പേന ചോദിക്കില്ല. പേന ചോദിച്ചാൽ അക്കാരണം കൊണ്ട് ഞങ്ങൾ വല്ലതും തിരിച്ചു ചോദിച്ചാലോ എന്നാണ് അദ്ദേഹത്തിന് പേടി. കീർത്തിക്ക് ചിരി വന്നു. പാവം പരമേശ്വരയ്യർ. കുനിഞ്ഞിരുന്ന ജോലി തന്നെ. ആര് പറയുന്നതും അയാൾ കേൾക്കില്ല. കീർത്തി ഹാൻഡ് ബാഗ് തുറന്ന് പേന എടുത്തു മാധവൻ നായരുടെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് സ്വാമി സാറിന് കൊടുത്തേക്കൂ. ധാരാളം കത്തുകൾ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കീർത്തി വേഗം ജോലി ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കെങ്ങും അദ്ദേഹം മുറിയിലേക്ക് വിളിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ എന്തു കരുതും? ഉച്ചതിരിഞ്ഞ് ടൈപ്പ് ചെയ്ത കത്തുകളുമായി അവൾ ജയനാരായണൻ്റെ റൂമിലെത്തി. സാർ, അത്യാവശ്യമായി ഇന്നത്തെ തപാലിൽ പോകേണ്ട ഒരു കത്ത് കൂടിയുണ്ട്. സാറൊന്ന് പറഞ്ഞു തന്നാൽ. സാറോ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ വിളി പാടില്ലെന്ന്. അല്ലാതെ വിളിക്കാൻ എനിക്ക് ആവില്ല. കീർത്തിരിക്കൂ. അവളിരുന്നു. കടലാസും പേനയും എടുത്തു എഴുതാൻ തയ്യാറായി. സത്യം പറയട്ടെ, എനിക്കൊരു ജോലിക്ക് മനസ്സ് വരുന്നില്ല. കീർത്തി എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എനിക്കൊന്നിനും വയ്യ. അവൾക്ക് ചിരി വന്നു. അതാവത്താണ്. ഞാൻ വരുന്നതാണ് കുഴപ്പമെങ്കിൽ വരാതിരിക്കാം. ലീവ് എടുക്കാം. കീർത്തി വരാതിരിക്കുകയോ?
എങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും തീർച്ച. അയാൾ വികാരവിവശനാകുന്നത് അയാളുടെ സ്വരം പതറുന്നത് അവൾ അറിഞ്ഞു. അയ്യോ, അങ്ങനെ പറയാതിരിക്കൂ, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. എങ്കിൽ ഇത്തരം തമാശ കീർത്തി പറയരുത്. എൻ്റെ ഹൃദയം കീർത്തിക്ക് കാണാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ഒരു പെണ്ണിനും കഴിയില്ല. അത്രയ്ക്ക് കടുപ്പമാണ് പെണ്ണിൻ്റെ മനസ്സിന്. എനിക്കറിയാം. ഞാൻ എന്തു വേണമെന്ന് പറയൂ. ഒന്നും വേണ്ട. കീർത്തി എന്നെ വെറുക്കാതിരുന്നാൽ മാത്രം മതി. ഈ മുഖദർശനത്തിനൊരു സൗകര്യം ചെയ്തു തരാൻ ദയവുണ്ടായാൽ മാത്രം മതി. എൻ്റെ നേരെ മുഖം വീർപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ദയവായി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. എൻ്റെ മനസ്സ് ഞാൻ എങ്ങനെയാണ് കാട്ടിത്തരിക? ഞാനൊരു പാവം പെണ്ണാണ്. കീർത്തിയുടെ സ്വരമിടറി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കീർത്തിയെ ഇഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മകനാണ്. ധാരാളം സ്വത്തുണ്ടാക്കി വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഞാനൊരു വിവാഹം ചെയ്ത് കാണാൻ അമ്മ കൊതിച്ചിരിപ്പാണ്. എന്നിട്ടെന്തേ ഇതുവരെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തത്? അമ്മ കാട്ടിത്തന്ന പെണ്ണെയൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു രൂപം. ചെന്നയിടത്തൊന്നും ആ രൂപം ഞാൻ കണ്ടില്ല. ഒടുവിൽ കീർത്തിയെ കണ്ടപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപം കീർത്തിയുടേതായിരുന്നു എന്ന്. കീർത്തി നിശബ്ദയായി. അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു. കീർത്തിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടി കീർത്തിയായിരിക്കും. തീർച്ച. കീർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അയാളുടെ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിൽ തനിക്ക് നിലതെറ്റിപ്പോകുന്നത്, താൻ ഒഴുകി പോകുന്നത് അവൾ അറിഞ്ഞു. അയാൾ കൈനീട്ടി അവളുടെ കവിളിലേക്ക് ഒഴുകിയ കണ്ണുനീർ തുടച്ചു കളയാൻ ആഗ്രഹിച്ചു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. കീർത്തി, എന്തിനാണ് കരയുന്നത്? ഞാൻ എന്തെങ്കിലും എൻ്റെ വാക്കുകൾ കീർത്തിയെ വേദനിപ്പിച്ചോ? ഐ ആം സോറി. ഒന്നുമില്ല. പിന്നെ കരഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ പോട്ടെ. നിൽക്കൂ, 1 മിനിറ്റ്. ജയനാരായണൻ മേശയുടെ ഡ്രാ തുറന്ന് ഒരു കാസറ്റ് പുറത്തെടുത്തു. കീർത്തിക്ക് നേരെ നീട്ടി പറഞ്ഞു. പ്ലീസ്, ഒരു സഹായം ചെയ്യണം. ഈ കാസറ്റിൽ കീർത്തിയുടെ പാട്ടൊന്ന് ടേപ്പ് ചെയ്ത് തരണം. എനിക്ക് കേൾക്കാനാണ്. കേട്ടുറങ്ങാനാണ്. അവൾ ചിരിച്ചു. മടിച്ച് കൈനീട്ടി വാങ്ങി. പിന്നെ വേഗം പുറത്തു കടന്നു. വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ജയനാരായണൻ്റെ കാർ അവളുടെ അരികിലെത്തി നിന്നു. ഹോസ്റ്റലിലേക്കല്ലേ? അയാൾ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ബസ് ഇപ്പോൾ വരും. എത്ര നേരം ഇവിടെ ഇങ്ങനെ നിൽക്കും? വരൂ, ഞാനല്ലേ വിളിക്കുന്നത്. അവൾ മടി തോന്നി. മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും? ഓഫീസിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ സംശയം തോന്നി തുടങ്ങിയിരിക്കില്ലേ? എപ്പോഴും തന്നെ മുറിയിലേക്ക് വിളിച്ചാൽ അവർക്ക് എന്ത് തോന്നും? കത്ത് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇത്രയധികം നേരം എന്തിന് എന്നവർക്ക് തോന്നില്ലേ? ആ ജനാർദ്ദനും സോമശേഖര പണിക്കരും ആൻ്റണിയും ഒക്കെ താൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നിറങ്ങി വരുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അവരും ചെറുപ്പക്കാരല്ലേ? ഈശ്വര, എന്തൊക്കെ കഥകളാണ് ഇനി കേൾക്കേണ്ടി വരിക. ജയനാരായണൻ സാർ നല്ലവനാണെന്ന് തനിക്കല്ലേ അറിയൂ. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി, പവിത്രത, ആഴം ഒക്കെ തനിക്കല്ലേ മനസ്സിലാകൂ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇത്ര പ്രകടമായി. കീർത്തി എന്താണ് ആലോചിക്കുന്നത്? കാറിൽ കയറാനാണ് പറഞ്ഞത്. മുഖത്തെ ഭാവം കണ്ട് കീർത്തിക്ക് ചിരി വന്നു. പിണങ്ങിയെന്ന് തോന്നുന്നു. എന്തൊരു ഗൗരവമാണ് മുഖത്ത്. ഇത്ര വേഗം കുട്ടികളെപ്പോലെ പരിഭവിച്ചാലോ? അവൾ കാറിൽ കയറി ഒതുങ്ങിയിരുന്നു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ഒന്നും മിണ്ടുന്നില്ല. കാർ ഓടിക്കുന്നതിലാണ് ശ്രദ്ധ മുഴുവൻ. കാറിൽ കയറാൻ മടി കാട്ടിയതിലുള്ള പ്രതിഷേധം. അവൾ വിളിച്ചു. നോക്കൂ. അയാൾ നോക്കിയില്ല. ഒന്നിങ്ങോട്ട് നോക്കൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. പറഞ്ഞോളൂ. എന്നോട് ദേഷ്യമാണോ? എന്തിന്? അവൾക്ക് സങ്കടം വന്നു. ആരെങ്കിലും കണ്ടാൽ എനിക്ക് ഭയമാകുന്നു. കണ്ടാലെന്താ? എനിക്കൊരു ഭയവുമില്ല. കാരണം ഞാൻ കീർത്തിയെ സ്നേഹിക്കുന്നു. കീർത്തി മിണ്ടിയില്ല. നോക്കൂ കീർത്തി, നമുക്ക് നമ്മെ അറിഞ്ഞുകൂടെ? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു. മറ്റുള്ളവരെ എന്തിനാണ് വെറുതെ ഭയപ്പെടുന്നത്? ടൗണിലെത്തിയിരുന്നു. കാറുകളുടെയും ബസ്സുകളുടെയും പ്രവാഹം. ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. കോഫി ഹൗസിന് മുന്നിലെത്തിയപ്പോൾ അയാൾ കാർ സ്ലോ ചെയ്തു. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. നമുക്ക് ഓരോ കപ്പി കാപ്പി കഴിക്കാം, അയാൾ പറഞ്ഞു. ഇന്ന് വേണ്ട, ഇനിയൊരിക്കലാവാം പ്ലീസ്, അവൾ പറഞ്ഞു. ഇന്ന് കൊണ്ടുവരാൻ പെട്ടപാട് എനിക്കറിയാം. ഇനി കീർത്തി എൻ്റെ കാറ് കണ്ടാൽ ഓടിക്കളയില്ലേ? വരൂ, ദാഹിച്ച് തൊണ്ട പൊട്ടുന്നു. ഓരോ കപ്പ് കാപ്പി മാത്രം. ഇപ്പോൾ പോകാം. അയാൾ കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചു. അവൾ പുറത്തിറങ്ങി. അയാൾക്ക് പിറകെ നടന്നു. ഫാമിലി റൂം എന്നെഴുതിയ ബോർഡിന് നേർക്ക് ജയനാരായണൻ നടന്നു. കീർത്തി പിറകെയും. വൈകുന്നേരമായതിനാൽ കോഫി ഹൗസിൽ നല്ല തിരക്ക്. പരിചയക്കാർ ആരെങ്കിലും കണ്ടുമുട്ടുമോ എന്ന് കീർത്തിക്ക് ഭയമുണ്ടായിരുന്നു. നീലകർട്ടൻ കൊണ്ടുമറിച്ച മുറിയിൽ അരണ്ട വെളിച്ചം. സ്പീക്കറിലൂടെ ഒഴുകിയെത്തുന്ന നേർത്ത സംഗീതം. മേശയ്ക്കു അപ്പുറവും ഇപ്പുറവും അവർ ഇരുന്നു. ജയനാരായണനും കീർത്തിയും. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവൾക്ക് ചിരി വന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? കാണാൻ, അയാൾ പറഞ്ഞു. അതിനാണോ ഈ ഇരുട്ടിൽ വന്നിരിക്കുന്നത്? നല്ല കിറുക്കു തന്നെ. മെനു നോക്കി അയാൾ കീർത്തിയോട് അന്വേഷിച്ചു. എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ഇവിടെ വന്നത് എന്തിനാണ് പിന്നെ? പറയൂ കീർത്തി, എന്താണ് വേണ്ടത്? എന്തെങ്കിലും ഹോർലിക്സോ ബോൺവിറ്റയോ കോഫിയോ? എനിക്ക് കോഫി മതി.
ബെയറർ വന്നു. അയാൾ ഓർഡർ ചെയ്തു 2 കോഫി. പിന്നെ ബെയർ പോകാതെ നിന്നു. ജയനാരായണൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കീർത്തി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അയാൾ പറഞ്ഞു, ഒന്നും വേണ്ട, കോഫി വേഗം വേണം. ബെയർ പോയി. ജയനാരായണൻ ചോദിച്ചു, എന്താണൊന്നും പറയാത്തത്? എന്തെങ്കിലും പറയൂ. എനിക്ക് ഭയം തോന്നുന്നു. എന്തിന്? ജയനാരായണൻ ചിരിച്ചു. എന്തിനാണ് ഭയപ്പെടുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? അരുതാത്തതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഒരുമിച്ചിരുന്ന് ഒരു കപ്പ് കാപ്പി കഴിച്ചു എന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴില്ല. ആകാശം ഇടിഞ്ഞു വീഴില്ലായിരിക്കും, പക്ഷേ പിന്നെ തുറന്നു പറയൂ. കീർത്തിക്ക് എന്നോട് സ്നേഹമുണ്ടോ? അതിപ്പോഴും സംശയമാണോ? എങ്കിൽ പിന്നെ ഞാൻ വരുമോ? ഞാൻ എന്ത് തെളിവാണ് തരേണ്ടത്? കീർത്തിക്ക് സങ്കടം വന്നു. ഇങ്ങനെ മരോട്ടിക്കായ തിന്ന കാക്കയുടെ മട്ട് കാട്ടാതിരിക്കുക. ഹൃദയം തുറന്ന് ചിരിക്കുക. കീർത്തിയുടെ ചിരിക്കെന്ത് ഭംഗിയാണെന്നോ? അയാളുടെ വർത്തമാനം കേട്ട് അവൾ ചിരിച്ചുപോയി. നോക്കൂ, ഇനി ഈ ചിരി മായാൻ പാടില്ല ഒരിക്കലും. സമ്മതിച്ചോ? സമ്മതിച്ചു. പക്ഷേ ഞാനൊരു പാവം നാട്ടിൻപുറത്തുകാരി പെണ്ണാണ്. എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ല. എന്നോട് ക്ഷമിക്കണം. ഒരു സത്യം പറയട്ടെ, കീർത്തിയുടെ ഈ മട്ടാണ് എന്നെ ആകർഷിച്ചത്. കണ്ണുകളിലെ ഈ കാതരഭാവം. കീർത്തി ആദ്യമായി കണ്ട ദിവസവും ഈ ഭാവമായിരുന്നു മുഖത്ത്. മേശപ്പുറത്ത് വിശ്രമിച്ചിരുന്ന അവളുടെ കൈവിരലുകൾ കയ്യിലെടുത്ത് ഓമനിച്ചുകൊണ്ട് അയാൾ മന്ത്രിച്ചു. എനിക്കെന്തിഷ്ടമാണെന്നോ ഈ നേർത്ത വിരലുകളെ, ഈ വിരലുകളുടെ ഉടമസ്ഥയെ. കീർത്തി കൈ പിൻവലിച്ചില്ല. അയാളുടെ വാക്കുകളിലൂടെ അയാളുടെ നിഷ്കളങ്കമായ ഹൃദയം അവൾ കാണുകയായിരുന്നു. കീർത്തിക്കറിയാമോ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും. ഞാനാണോ കാരണം? എന്താ സംശയം? വേറെ കാപ്പിയും കൊണ്ടെത്തി. ജയനാരായണൻ കീർത്തിയുടെ കൈവിട്ടു. ആവി പറക്കുന്ന കാവ്യ ചുണ്ടോട് ചേർക്കുമ്പോൾ കീർത്തി അയാളെ നോക്കി. അയാൾ ഗാഢമായി എന്തോ ആലോചിക്കുകയാണെന്ന് തോന്നി. എന്താണ് ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. കീർത്തിയെപ്പറ്റി, ആകസ്മികമായ നമ്മുടെ കണ്ടുമുട്ടലിനെ പറ്റി. അയാൾ കാപ്പി കുടിക്കാൻ തുടങ്ങിയിരുന്നില്ല. അവൾ പറഞ്ഞു, കാപ്പി കഴിക്കൂ, നമുക്ക് പോകാം, നേരെ ഏറെയായി. അയാൾ കപ്പ് കയ്യിലെടുത്തു. അവളെ വെറുതെ നോക്കിയിരുന്നു. എന്താണിങ്ങനെ നോക്കുന്നത്? മന്ത്രവാദിയാകാൻ ശ്രമിക്കുകയാണ്. കീർത്തി ഒരിക്കലും എന്നെ വിട്ടുപോകാതിരിക്കാൻ, അതിനുള്ള മന്ത്രശക്തി സിദ്ധിക്കുവാൻ നോക്കുകയാണ്. അവൾ ചിരിച്ചു തെല്ലുറക്കെ. ഞാൻ വിട്ടുപോകാതിരുന്നാൽ പോരെ? ഒരിക്കലും. മതി മതി, എനിക്കത് മാത്രം മതി. ജയനാരായണൻ ധ്യാനത്തിൽ എന്തുപോലെ കണ്ണടച്ചിരുന്നു. കീർത്തിക്ക് പരിഭ്രമം തോന്നിത്തുടങ്ങി. എല്ലാം തമാശയാണ്. സമയം അധികമാകുന്നു. 6:30 മുമ്പ് ഹോസ്റ്റലിൽ എത്തേണ്ടതാണ്. അവൾ തിരക്ക് കൂട്ടി. നോക്കൂ, നമുക്ക് വേഗം പോകാം. പക്ഷേ ഒരു കണ്ടീഷൻ. വല്ലപ്പോഴും എന്നോടൊപ്പം ഒരു കപ്പ് കാപ്പി കുടിക്കാനായി വരാൻ ദയവുണ്ടാകണം. നമ്മുടെ വിവാഹം കഴിയുന്നതുവരെ. കീർത്തി ചിരിച്ചുപോയി. ശബ്ദം ഉച്ചത്തിലാകാതിരിക്കാൻ അവൾ വായ് പൊത്തിക്കളഞ്ഞു. അയാൾ എഴുന്നേറ്റു. അവളും. ഹോസ്റ്റലിന് മുന്നിലെത്തിയപ്പോൾ കാർ നിർത്തി. കീർത്തി പുറത്തിറങ്ങി. അയാൾ കൈവീശി യാത്ര പറഞ്ഞു. അതിവേഗത്തിൽ കാർ ഓടിച്ചു പോയി. സിറ്റൗട്ടിൽ മാലതി ടീച്ചർ കാത്തിരിപ്പുണ്ടായിരുന്നു. ഉത്സാഹത്തോട് ചോദിച്ചു, ടീച്ചർ എപ്പോൾ വന്നു? ഉച്ചയ്ക്ക് സ്കൂൾ പോയില്ല, ക്ഷീണം തോന്നി. അവൾ ഉത്സാഹത്തോടെ ചോദിച്ചു. കുളിച്ച് ഊണ് കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. കുട്ടി എന്താ എത്ര വൈകിയത്? ടീച്ചറിൻ്റെ ചോദ്യം കേട്ട് അവൾ വിളറി. അത് ടീച്ചർ വരൂ, ഞാനൊക്കെ പറയാം. അവൾ ടീച്ചറിനെയും കുട്ടി അകത്തേക്ക് പോയി. വാതിലടച്ച് ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞു. ജയനാരായണൻ്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ കഥ. ടീച്ചറിന് അറിയാമല്ലോ, ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പതർച്ച ഉണ്ടായിട്ടില്ല. ഒരു പുരുഷനും എൻ്റെ മനസ്സിൽ ഇടം കൊടുത്തിട്ടില്ല. പക്ഷേ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തളർന്നു പോയി. എന്താണ് ചെയ്യുക? ആ മനുഷ്യൻ്റെ സ്നേഹം നിഷേധിച്ചാൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് വരെ എനിക്ക് തോന്നി ടീച്ചർ. അത്രയ്ക്കൊരു മാഹാത്മ്യം. ഒരു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കത്തക്ക മാഹാത്മ്യം എനിക്ക് എന്താണുള്ളത്? ഞാൻ അതൊക്കെ ആലോചിച്ച് നോക്കി. എല്ലാം ടീച്ചറിനോട് പറയാമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. ടീച്ചർ വന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? കീർത്തിയുടെ സംസാരം കേട്ട് മാലതി ടീച്ചർ നിശബ്ദയായിരുന്നു. അവരൊന്നും പറഞ്ഞില്ല. പറയൂ ടീച്ചർ, ഞാൻ തെറ്റാണോ ചെയ്തത്? ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ടീച്ചറായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുമായിരുന്നു? ഒന്ന് പറയൂ. ടീച്ചർ എനിക്ക് ജ്യേഷ്ഠത്തിയെ പോലെയാണ്. ഒരു ജ്യേഷ്ഠത്തിയെ പോലെ എന്നെ ഉപദേശിക്കേ. കീർത്തിക്ക് അറിയുമെന്ന് തോന്നി. മാലതി ടീച്ചർ ചിരിച്ചു. അവർ കീർത്തിയുടെ ശിരസ് തലോടി. അവളുടെ താടി പിടിച്ചുയർത്തി പറഞ്ഞു, കുട്ടി തെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. സ്നേഹിക്കപ്പെടുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. അധികം ആർക്കും ലഭിക്കാത്ത ഭാഗ്യം. സ്നേഹിക്കപ്പെടുക, അതിൻ്റെ വേദനയെ അനുഭവിക്കുക, മധുരതരമായൊരു അനുഭൂതിയാണത്. കീർത്തി ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. സ്നേഹത്തിൻ്റെ വേദന അറിഞ്ഞവളാണ് ഞാൻ. അതിൻ്റെ കയ്പുനീർ വേണ്ടത്ര കുടിച്ചവളുമാണ്. ഇതുവരെയും കീർത്തി അറിയാത്തൊരു കഥയാണത്. ഇനി അറിയുകയും വേണ്ട. സ്നേഹിക്കുന്നത് തെറ്റല്ല എന്ന് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അയാളുടെ സ്നേഹം യഥാർത്ഥമാണോ? അത് കള്ള നാണയമാണോ? എന്താണ് ടീച്ചർ അങ്ങനെ ചോദിച്ചത്? കീർത്തി ആശ്ചര്യത്തോടെ ചോദിച്ചു. കീർത്തിയേക്കാൾ കുറേ കൂടി ലോകം കണ്ടതുകൊണ്ട്, കുറേ കൂടി അനുഭവങ്ങളുള്ളതുകൊണ്ട്. അയാൾ യഥാർത്ഥത്തിൽ കീർത്തിയെ സ്നേഹിക്കുന്നുണ്ടോ? കീർത്തി നഷ്ടപ്പെട്ടാൽ അയാൾക്ക് തീർച്ചയായും ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായും അദ്ദേഹം എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകും ടീച്ചർ. എനിക്ക് ഉറപ്പുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഒഴുക്കിൽപ്പെടാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ സാധിച്ചില്ല. കുട്ടി അറിവുള്ളവളാണ്, ബുദ്ധിയുള്ളവളാണ്. മിന്നുന്നതെല്ലാം കണ്ട് ഭ്രമിക്കുന്ന കൂട്ടത്തിലല്ല എന്നെനിക്കറിയാം. കുട്ടിക്ക് തെറ്റ് പറ്റില്ല എന്ന് ഞാൻ കരുതട്ടെ. ടീച്ചർ ചിരിച്ചു. ശരി, കാപ്പി കുടിക്കണ്ടേ? അതോ സ്നേഹം കൊണ്ട് ദാഹം മാറിയോ? കീർത്തി വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഇതുവരെ കാപ്പി കുടിക്കാൻ പോയില്ല. വേണം ടീച്ചർ, എനിക്ക് കാപ്പി തീർച്ചയായും വേണം. സ്നേഹം വരുമ്പോൾ ദാഹം വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് നല്ല ദാഹമുണ്ട്, നല്ല വിശപ്പും. ഞാനിപ്പോൾ വരാം. കാലും മുഖമൊന്ന് കഴുകി വരട്ടെ. ഡൈനിങ് ഹാളിലേക്ക് നടക്കുമ്പോൾ ടീച്ചർ കളിയാക്കി. ഉദ്യോഗം രാജിവെച്ച് പോകാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുമായിരുന്നില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ടീച്ചർ. ഇത് വിധിയാവും. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് എന്നെ കണ്ടയാൾ എൻ്റെ ഓഫീസറായി വരിക, എന്നെ ഓർമ്മിക്കുക. മുൻജന്മബന്ധം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, കുട്ടിയുടെ പാട്ടാണ് സംഗതി കുഴപ്പത്തിലാക്കിയത്. അതെ ടീച്ചർ, ഇപ്പോഴും ഞാനന്ന് പാടിയ പാട്ടുകൂടി ഓർമ്മിച്ചു വെച്ചിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്. ശരിയാണ്, കീർത്തി പറഞ്ഞതുപോലെ വിധി തന്നെയാണിത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കീർത്തി പറഞ്ഞു, ഒരു കാസറ്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പാട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. കീർത്തിയുടെ പാട്ടല്ലേ, അതിനെന്താ? അത് കേൾക്കേണ്ടയാൾ തന്നെയല്ലേ ആവശ്യപ്പെടുന്നത്. വയ്യെന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ മുഖം കണ്ടാൽ പറയാൻ തോന്നില്ല. ഇപ്പോഴേ അർപ്പണ മനോഭാവം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഏതായാലും പ്രോമിസ് ചെയ്തില്ലേ? പ്രോമിസ് ചെയ്തു, പക്ഷേ എങ്ങനെ ടൈപ്പ് ചെയ്യാനാണ്, റെക്കോർഡിലില്ലാതെ? അത് പറഞ്ഞാൽ റെക്കോർഡ് കൂടി കൊണ്ടുവന്ന് തരും. അത്തരം ആളാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. സാരമില്ല, റെക്കോർഡൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. കുട്ടി ഉറങ്ങൂ. മാലതി ടീച്ചർ ഉറങ്ങിയിട്ടും കീർത്തിക്ക് ഉറക്കം വന്നില്ല. ടീച്ചറുടെ വാക്കുകൾ ഓർത്തു. കുട്ടിക്ക് തെറ്റുപറ്റില്ല എന്ന് കരുതുന്നു എന്ന്. തനിക്ക് തെറ്റ് പറ്റിയോ? എങ്ങനെയാണ് തെറ്റുപറ്റുക? ജയനാരായൺ സാറിൻ്റെ മനസ്സ് മുഴുവൻ കണ്ണാടിയിൽ എന്നതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. നിഷ്കളങ്കമായ സംസാരവും പെരുമാറ്റവും, തുറന്ന സംസാരവും. അതിനു പുറകിൽ ഒന്നുമില്ല. തനിക്ക് നന്നായി അറിയാം. തന്നെ ചതിച്ചിട്ട് ആ മനുഷ്യൻ എന്ത് നേടാനാണ്? തന്നെക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളുള്ള ഈ ലോകത്ത്. അദ്ദേഹത്തെ പോലൊരു വലിയ ഉദ്യോഗസ്ഥൻ വെറും ടൈപ്പിസ്റ്റായ കീർത്തിക്ക് വേണ്ടി തപസ് ചെയ്യുക. അദ്ദേഹത്തെപ്പറ്റി സംശയിക്കുന്നത് പോലും പാപമാണ്. കീർത്തിക്ക് ഉറക്കം വന്നു. അവൾ സുഖമായി ഉറങ്ങി. രാവിലെ ഉണരുമ്പോൾ മേശപ്പുറത്ത് ഒന്നാം തരം ഒരു ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്നു. 2 in 1. ഒരു നിമിഷം വീട്ടിലാണോ താൻ ഇരിക്കുന്നത് എന്ന് തോന്നി. വീട്ടിലുള്ളത് ഇത്തരം തന്നെ. എന്താ അത്ഭുതപ്പെട്ട് നോക്കുന്നത്? റെക്കോർഡർ റെഡി, ഇനി പാടിക്കോളൂ, മാലതി ടീച്ചർ പറഞ്ഞു. ടീച്ചർ കുളി കഴിഞ്ഞിരിക്കുന്നു. നെറ്റിയിൽ പ്രസാദം, അലക്കിയ വസ്ത്രങ്ങൾ. ടീച്ചർ വളരെ നേരത്തെ എഴുന്നേറ്റോ? കുട്ടി വൈകി ഉണർന്നിട്ട് തോന്നതാണ്. വേഗം പോയി കുളിച്ചോളൂ, പൈപ്പിൽ വെള്ളം ഇപ്പോൾ നിൽക്കും, ടീച്ചർ ഓർമ്മിപ്പിച്ചു. ആരുടെയാണോ ടീച്ചർ ഈ റെക്കോർഡർ? അതെന്തിനാണെന്ന് അറിയുന്നത്? കുട്ടിക്ക് പാട്ട് ടൈപ്പ് ചെയ്താൽ പോരെ? കീർത്തി ഉത്സാഹത്തോടെ എണ്ണ തേച്ചു. പേസ്റ്റും ബ്രഷും എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. അവൾ ടൈപ്പ് ചെയ്യേണ്ട പാട്ട് മൂളുന്നുണ്ടായിരുന്നു. കീർത്തി 2 ദിവസം ഓഫീസിൽ പോയില്ല. പനി, തലവേദന, ദേഹം മുഴുവൻ വേദന. ഫ്ലൂ ആവും. 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, ടീച്ചർ പറഞ്ഞു. ടീച്ചർ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. 2 നേരം മരുന്ന് കുടിച്ചപ്പോൾ പനി കുറഞ്ഞു. ഓഫീസിൽ പോകാമെന്ന് കരുതി. ടീച്ചർ സമ്മതിച്ചില്ല. ഇന്നുകൂടി പോകണ്ട, ശരിക്കും മാറട്ടെ. കീർത്തി ചെന്നില്ലെന്ന് വെച്ച് ഓഫീസിൽ ജോലി നടക്കാതിരിക്കില്ലല്ലോ. അതല്ല ടീച്ചർ. അവളുടെ മുഖത്തെ ഭാവം കണ്ട് ടീച്ചർക്ക് മനസ്സിലായി. എനിക്കറിയാൻ കാര്യം. ഓഫീസർ അദ്ദേഹം വിഷമിക്കുമെന്നല്ലേ? സാരമില്ല, 2 ദിവസം കാണാതിരുന്നാൽ സ്നേഹത്തിന് ശക്തി വർദ്ധിക്കും. വേണമെങ്കിൽ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളൂ. ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ കീർത്തി എഴുന്നേറ്റു പുറത്തു വന്നു. ഫോൺ ചെയ്യാൻ ഭാവിക്കുമ്പോൾ റോഡിൽ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആരാണ്? അവൾ സിറ്റൗട്ടിലേക്ക് ചെന്നു. അത്ഭുതം കൊണ്ട് ശബ്ദിക്കാൻ കൂടി കഴിയാതെ നിന്നുപോയി. ജയനാരായണൻ സാർ. ഈശ്വര, പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ച് അവൾ പറഞ്ഞു. സാർ വരൂ. വിസിറ്റേഴ്സ് റൂമിൽ അയാൾക്ക് അഭിമുഖമായി അവൾ ഇരുന്നു. അയാളുടെ മുഖം മ്ലാനമായിരുന്നു. നിമിഷങ്ങളോളം രണ്ടാളും സംസാരിച്ചില്ല. അയാൾ അവളെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു. അവസാനം അയാൾ തന്നെ തുടങ്ങി. കീർത്തിക്ക് എന്നോട് തീരെ സ്നേഹമില്ല. അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യുമായിരുന്നില്ലേ? ഞാൻ കിടന്നിങ്ങനെ വിഷമിക്കണമായിരുന്നോ? ഞാൻ ഇന്ന് ഓഫീസിൽ വരാമെന്നാണ് കരുതിയത്. ടീച്ചർ സമ്മതിക്കഴിഞ്ഞിട്ടാണ്. അവൾ വിശദമാക്കാൻ ശ്രമിച്ചു. എൻ്റെ ലീവ് ലെറ്റർ കിട്ടി. അതല്ലേ കൂടുതൽ കുഴപ്പമായത്. അസുഖമാണെന്ന് മാത്രം. എന്താണ് അസുഖം? കൂടുതലാണോ? എന്താണ് സ്ഥിതി? ഒന്നും എനിക്കറിയില്ല. ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? എൻ്റെ വിഷമം കീർത്തിക്ക് മനസ്സിലാവില്ല. ഇന്നലെ ഞാനിങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചു നോക്കി, ആളെ കിട്ടണ്ടേ? ഇന്നലെ ഫോൺ കേടായിരുന്നു, ഇന്നാണ് ശരിയായത്, കീർത്തി പറഞ്ഞു. ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ജയനാരായണൻ ഉത്കണ്ഠയോടെ അന്വേഷിച്ചു. കുറവുണ്ട്. എനിക്കൊന്നുമില്ല, ഒരു പനി, ഫ്ലൂ ആയിരുന്നു.
അതിനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അയാളുടെ മ്ലാനമായ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? കീർത്തിക്ക് എൻ്റെ മനസ്സിപ്പോഴും പൂർണ്ണമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എത്രയധികം കീർത്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അയാൾ പൂർത്തിയാക്കാതെ കുഴങ്ങി. അയാളുടെ ദുഃഖം മുഴുവൻ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു. കീർത്തിക്ക് സഹതാപം തോന്നി. ഒരു സ്നേഹസമുദ്രം മുഴുവൻ തൻ്റെ മുന്നിൽ അലയടിക്കുന്നു. താനതിൽ മുങ്ങി മുങ്ങി ഇല്ലാതെയാകുന്നു. ഈശ്വര, ഈ സ്നേഹത്തിന് പകരം നൽകാൻ തനിക്ക് എന്തുണ്ട്? അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നോക്കൂ, എന്നെക്കുറിച്ച് ഇത്രയധികം ചിന്തിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ വെറുതെ വിഷമിച്ചു. എൻ്റെ തെറ്റാണ്. എനിക്ക് മാപ്പ് തരൂ. അവളുടെ സ്വരം ഇടറി. കണ്ണുകൾ നിറഞ്ഞു. സാരമില്ല, സാരമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. കീർത്തിയെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. ആട്ടെ, ഡോക്ടർ കണ്ടോ? ഇല്ല, അതിൻ്റെ കാര്യമില്ലെന്ന് കീർത്തി പറഞ്ഞാൽ മതിയോ? വരൂ, ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാം. വേണ്ട, എനിക്കൊന്നുമില്ല. വെറും ജലദോഷം. അത് മാറുകയും ചെയ്തു. നാളെ ഞാൻ ഓഫീസിൽ വരെ ഇരിക്കുകയാണ്. ഷുവർ? അയാളുടെ കണ്ണുകളിൽ സംശയം. ഷുവർ. നാളെ ഞാനൊരു സമ്മാനവും കൊണ്ടുവരുന്നുണ്ട്. എന്ത് സമ്മാനം? ഇപ്പോൾ പറയില്ല, നാളെ പറയാം. ശരി, ഞാൻ പോട്ടെ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ വൈകിട്ട് ഫോൺ ചെയ്യണം. എൻ്റെ നമ്പർ അറിയാമല്ലോ? അറിയാം. 122. സന്തോഷം, മറന്നില്ലല്ലോ. അത്രയും ആശ്വാസം. ജയനാരായണൻ യാത്ര പറഞ്ഞു സന്തോഷത്തോടെ കാറിന് നേർക്ക് നടന്നു. കാറിൽ കയറുന്നതിന് മുമ്പ് അയാൾ ഒരിക്കൽ കൂടി കൈവീശി. താൻ സ്വപ്നം കാണുകയാണ് എന്നാണ് കീർത്തിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരാളിനെ സ്നേഹിക്കാൻ കഴിയുമോ? വിശ്വസിക്കാനാവുന്നില്ല. ഈ സ്നേഹം തന്നെ ശ്വാസം മുട്ടിക്കുന്നു. കീർത്തിയുടെ ഓഫീസറാണ് അല്ലേ? തിരിച്ചു നടക്കാൻ ഭാവിക്കുമ്പോൾ വാർഡൻ ചോദിച്ചു. അതെ. അസുഖം അന്വേഷിച്ച് വന്നതാവും. അതെ. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്താണ് അയാളുടെ പേര്? ജയനാരായണൻ. നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിൻ്റെ രോഗം അന്വേഷിച്ച് വരുമോ? എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. കീർത്തി ഒന്നും പറഞ്ഞില്ല. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? തോന്നിയാൽ തോന്നട്ടെ. താനും അദ്ദേഹവും പരസ്പരം സ്നേഹിക്കുന്നു. അടുത്ത് തന്നെ വിവാഹിതരാകാൻ പോകുന്നു. അവർക്ക് എന്ത് തോന്നിയാലും തനിക്കൊന്നുമില്ല. മുറിയിലേക്ക് തിരിച്ചു പോകും വഴിക്ക് ലെറ്റർ ബോർഡിൽ വെറുതെ നോക്കി. തൻ്റെ പേർക്ക് 2 കത്തുകൾ. ഇന്നലെ വന്നതാവും. പനി കാരണം ഇന്നലെ റൂമിന് പുറത്തിറങ്ങിയതേയില്ല. ടീച്ചർ കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന് അച്ഛൻ്റേതാണ്. അടുത്തത് രശ്മിയുടെ. വലിയ അക്ഷരങ്ങൾ കണ്ടപ്പോൾ ചിരി വന്നു. ഇപ്പോൾ സ്ഥിരമായി കത്തെഴുതി തുടങ്ങിയിരിക്കുന്നു. മുമ്പൊക്കെ അച്ഛൻ്റെ കത്തിൽ അവളും കൂടി 2 വരി എഴുതി അയക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ അത് പോരുന്ന വാശിയാണത്രേ. അവൾക്ക് പ്രത്യേകം ഇൻലൻഡ് വാങ്ങിക്കൊടുത്താലേ സമ്മതിക്കൂ. അച്ഛൻ്റെ കത്തിൽ പതിവ് വാചകങ്ങൾ. ആരോഗ്യം ശ്രദ്ധിക്കണം, ആഹാരം കഴിക്കണം, പിന്നെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും. രശ്മിയുടെ കത്ത് പൊട്ടിക്കാതെ തന്നെ ഉള്ളടക്കം അറിയാം. സ്കൂളിലെ വിശേഷങ്ങൾ, കൃഷ്ണൻകുട്ടിയുമായുള്ള സ്റ്റണ്ടുകൾ. കീർത്തി വായിച്ചു. അടുത്ത ആഴ്ച പരീക്ഷയാണ്. കണക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചേച്ചി വരണം. എനിക്ക് കണക്കൊന്നും അറിയില്ല. ചേച്ചി വന്നില്ലെങ്കിൽ 0 മാർക്കാവും. ഇത്തവണ മുഴുവൻ പരീക്ഷാ വാർത്തകളാണ്. ഏതൊക്കെയോ അധ്യാപകരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരൊന്നും പഠിപ്പിച്ചില്ലത്രേ. കീർത്തിക്ക് ചിരി വന്നു. ഇങ്ങനെയൊരു സൂത്രക്കാരി. മാർക്ക് കുറഞ്ഞാൽ ഉടൻ പറയും അധ്യാപകർ പഠിപ്പിക്കാഞ്ഞിട്ടാണെന്ന്. ഇന്ന് തന്നെ മറുപടി എഴുതണം. നാളത്തെ തപാലിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മി പിണങ്ങും. തലവേദന കുറവുണ്ട്. മറുപടി എഴുതിയേക്കാം. അവൾ ഇൻലൻ്റെ അടുത്ത് എഴുതാൻ തുടങ്ങി. അച്ഛനും രശ്മിക്കും പ്രത്യേകം. അമ്മയെ വിളിച്ച് എഴുത്തുകൾ 2 പോസ്റ്റ് ചെയ്യാൻ കൊടുത്തയച്ചു. മുറിയുടെ വാതിൽ ചാരി കിടക്കയിൽ ചെന്ന് കിടന്നു. മഞ്ഞു വായിക്കാൻ തുടങ്ങി. ആളുകൊള്ളാം. ഉറക്കമാണോ? കണ്ണു തുറന്നപ്പോൾ മാലതി ടീച്ചർ. ഒപ്പം നീല സാരി ധരിച്ച് കണ്ണട വെച്ച വെളുത്തു മെലിഞ്ഞ ഒരു സ്ത്രീ. കീർത്തി എഴുന്നേറ്റിരുന്നു. ചിരിക്കാൻ ശ്രമിച്ചു. പനി എങ്ങനെയുണ്ട്? പകലുറങ്ങിയാൽ പനി കൂടും. മാലതി ടീച്ചർ കീർത്തിയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. കുറവുണ്ട് ടീച്ചർ, അവൾ പറഞ്ഞു. ഇതാരാണ്? ഒപ്പമുള്ള സ്ത്രീയെ ചൂണ്ടി അവൾ ചോദിച്ചു. രാധിക. ഞങ്ങളുടെ സ്കൂളിൽ സ്ഥലം മാറി വന്നിരിക്കുകയാണ്. കീർത്തി ചിരിച്ചു. രാധികയും. സ്ഥലം? കീർത്തി ചോദിച്ചു. രാധിക പറഞ്ഞു. വീട് തൃശ്ശൂർ. ഇത്രയും കാലം പാലക്കാട്ടായിരുന്നു. തൃശ്ശൂർക്ക് സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചു. മാറ്റം തന്നത് ഇവിടേക്കും. തൽക്കാലം പോന്നു. ഇനി തൃശ്ശൂർക്ക് തരാൻ വീണ്ടും അപേക്ഷിച്ച് നോക്കാം. അതങ്ങനെയാണല്ലോ. ആവശ്യപ്പെടുന്നത് ഒരിക്കലും തരില്ല. സർക്കാരിൻ്റെ സ്വഭാവമാണത്. ടീച്ചർ ചിരിച്ചു. കീർത്തി ചോദിച്ചു. വാർഡനെ കണ്ടില്ലേ? കണ്ടു. പക്ഷേ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. രാധിക വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല, അവരങ്ങനെ ആദ്യം പറയും. കുറേ ബുദ്ധിമുട്ടുകൾ ആദ്യമേ പറഞ്ഞാലേ അവർക്ക് സമാധാനമാവും. കീർത്തി, രാധികയെ കൂടി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? കീർത്തി സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് പരിപൂർണ്ണ സമ്മതം. കീർത്തിക്ക് രാധികയെ കിട്ടുന്നതിൽ പ്രത്യേക സന്തോഷം കാണും. അതെന്താണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്? ഒരേ പ്രായക്കാർ. എൻ്റെ കൂട്ടിനേക്കാൾ രാധികയാണ് കീർത്തിക്ക് പറ്റിയ കൂട്ട്. മാലതി ടീച്ചർ ചിരിച്ചു. അല്ലെങ്കിലും ടീച്ചറെ ഞാൻ എൻ്റെ കൂട്ടുകാരിയായി കരുതിയിട്ടില്ലല്ലോ. എൻ്റെ ജ്യേഷ്ഠത്തിയല്ലേ ടീച്ചർ? ഇനി മുതൽ ഞങ്ങൾ 2 പേരുടെയും ജ്യേഷ്ഠത്തി. കീർത്തി ചിരിച്ചു. രാധികയും.
മാലതി ടീച്ചർ പുറത്തേക്ക് പോയി കുറേ കഴിഞ്ഞ് വാർഡനെയും കൂട്ടി തിരിച്ചു വന്നു. രാധികെ, ഇവിടെ വേറെ സൗകര്യമില്ലാഞ്ഞിട്ടാണ്. വാർഡൻ പറഞ്ഞു. മാലതി ടീച്ചറിനും കീർത്തിക്കും വിരോധമില്ലെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. ഒരു കട്ടിൽ കൂടി ഇടാൻ ഇവിടെ സ്ഥലമുണ്ടല്ലോ, ഇല്ല ടീച്ചർ? തീർച്ചയായും. താമസിക്കാൻ സ്ഥലമില്ലാതെ ഒരാൾ ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. പക്ഷേ സ്ഥലമില്ലാതെ എന്താ ചെയ്യുക? ഇന്നലെ ഒരു കുട്ടി വന്നിരുന്നു. ഞാൻ YWCAയിലേക്ക് പറഞ്ഞു വിട്ടു. അവർ പോകാൻ ഭാവിച്ചു. പിന്നെയും പറഞ്ഞു, വിഷമിക്കേണ്ട കേട്ടോ, കട്ടിൽ ഇപ്പോൾ കൊടുത്തയക്കാം. വാർഡൻ പോയി കഴിഞ്ഞപ്പോൾ കീർത്തി പറഞ്ഞു, കണ്ടോ, ഇതാണ് സ്വഭാവം. കട്ടിലെത്തി. മാലതി ടീച്ചറും കീർത്തിയും കൂടി രാധികയ്ക്ക് കട്ടിലിടാൻ സ്ഥലമുണ്ടാക്കി. രാധിക പെട്ടിയും കിടക്കയും ഒതുക്കി വെച്ചു. എന്തായാലും YWCAയിൽ പോകാതെ രക്ഷപ്പെട്ടു. ഇനി സമാധാനത്തോടെ ഞാനൊന്ന് കുളിക്കട്ടെ. രാധിക കുളിക്കാൻ പോയി. കീർത്തി പറഞ്ഞു, ടീച്ചർ ഇന്നിവിടെ വന്നിരുന്നു. ആര്? ജയനാരായണൻ. ആളാകെ അപ്സെറ്റായി മട്ടുണ്ട്. ആദ്യമൊന്നും ചിരിച്ചതേയില്ല. എനിക്കെന്തോ മഹാരോഗം പിടിപെട്ട മട്ടിൽ ദുഃഖിച്ചാണ് വന്നത്. ഒന്ന് സമാധാനിപ്പിക്കാൻ പാടുപെട്ടു പോയി. കീർത്തി, കുട്ടി ഭാഗ്യവതിയാണ്. സ്നേഹിക്കുന്നതിനേക്കാൾ ഭാഗ്യമാണ് സ്നേഹിക്കപ്പെടുന്നത്. മാലതി ടീച്ചർ ദീർഘമായി നിശ്വസിച്ചു. നിമിഷങ്ങളോളം അവരെന്തോ ഓർത്തിരുന്നു. ടീച്ചർ എന്താണ് ആലോചിക്കുന്നത്? ചോദിക്കണമെന്ന് തോന്നി. ചോദിച്ചാലും പറയില്ല. കീർത്തി കിടക്കയിൽ കിടന്ന പുസ്തകം എടുത്ത് പേജുകൾ മറിച്ചു. എവിടെയാണ് വായിച്ചു നിർത്തിയത്? രാധിക ചോദിച്ചു. എന്താ വായിക്കുന്നത്? മഞ്ഞ്. രാധിക വായിച്ചിട്ടുണ്ടോ? കീർത്തി പുസ്തകം മടക്കി. ഉവ്വ്, ഒരു തവണയല്ല, ഒരുപാട് തവണ. എനിക്കിഷ്ടമുള്ള വേറെ പുസ്തകമില്ലെന്ന് പറയാം. രാധികയുടെ വർത്തമാനം ടീച്ചറിനെ അത്ഭുതപ്പെടുത്തി. എന്താ ഈ പുസ്തകത്തിന് ഇത്രയ്ക്കൊരു മേന്മ? അവാർഡ് കിട്ടിയതാണോ? അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം ഒരു കൃതി മേന്മയുള്ളതാവണമെന്നില്ലല്ലോ ടീച്ചർ. രാധികയുടെ സംസാരം കീർത്തിക്ക് ഇഷ്ടപ്പെട്ടു. ആൾ തരക്കേടില്ലല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു. ടീച്ചർ ഈ പുസ്തകം വായിച്ചിട്ടില്ലേ? രാധിക ചോദിച്ചു. ഇല്ല. എങ്കിൽ വായിക്കണം. അപ്പോഴേ അതിൻ്റെ മേന്മ എന്താണെന്ന് മനസ്സിലാകൂ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ടീച്ചറിനും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ കഥ പറഞ്ഞു തരൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വായിക്കാം, ടീച്ചർ പറഞ്ഞു. കഥ പറഞ്ഞാൽ ടീച്ചറിന് ഇഷ്ടപ്പെടില്ല, തീർച്ച. തന്നെയുമല്ല, അതിൻ്റെ കഥ പറയാൻ എനിക്കറിയില്ല ടീച്ചർ. വായിച്ച് ആസ്വദിക്കുകയാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ പെണ്ണും ഈ പുസ്തകം വായിക്കേണ്ടതാണ്. കീർത്തി പുസ്തകത്തിൻ്റെ പേജുകൾ മറിച്ചു. കോളേജിൽ വെച്ചാണ് ആദ്യം വായിച്ചത്. ഓരോ കഥാപാത്രവും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. വിമലയെപ്പോലൊരു സ്ത്രീയെപ്പറ്റി പലതവണ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ തനിക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഭൂമിയിൽ ഞാനെന്നൊരാൾ പിന്നീട് ഉണ്ടാവുകയില്ലായിരുന്നു. കീർത്തി കുളിച്ചു. കുളി കഴിഞ്ഞപ്പോൾ നല്ല സുഖം തോന്നി. ടീച്ചർ ചോദിച്ചു, പനി മാറിയിട്ട് തന്നെയാണോ കുളിച്ചത്? പനി മാറി ടീച്ചർ. ടീച്ചറിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അന്യായ സ്വരത്തിൽ കീർത്തി പറഞ്ഞു. തനിക്കൊരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നെങ്കിൽ അവരും ഇങ്ങനെ തന്നെയായിരിക്കും പറയുക എന്നവൾ ഓർത്തു. ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സ്കൂൾ തുറന്ന ആദ്യ ദിവസം സ്കൂളിലേക്ക് പുറപ്പെടുന്ന സ്കൂൾ കുട്ടികളുടെ ഉത്സാഹവും ഉത്കണ്ഠയുമായിരുന്നു കീർത്തിക്ക്. ടീച്ചർ പറഞ്ഞു, ഓട്ടോ പിടിച്ച് പോയാൽ മതി, നടന്നു വിയർക്കണ്ട. ശരി ടീച്ചർ. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും അന്വേഷിച്ചു. എന്തേ 2 ദിവസം കണ്ടില്ലല്ലോ? അവൾ മറുപടി പറഞ്ഞു, പനിയായിരുന്നു. കീർത്തിക്ക് അത്ഭുതം തോന്നി. പനി കാരണം 2 ദിവസം ഓഫീസിൽ വന്നില്ല. അതേക്കുറിച്ച് എന്താണ് ഇത്ര അന്വേഷിക്കാൻ? ജനാർദ്ദനും ആൻ്റണിയും മറ്റും എത്രയോ ദിവസം വരാതിരിക്കുന്നു. അവൾക്ക് സംശയം തോന്നാതിരുന്നില്ല. എന്തെങ്കിലും അർത്ഥം വെച്ചാണോ ഈ അന്വേഷണം? പരമേശ്വരയ്യർ എല്ലാവരുടെയും അന്വേഷണം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു. പനിയായിരുന്നു അല്ലേ? അതെ. ജയനാരായണൻ സാർ അന്വേഷിച്ചു വന്നെന്നറിഞ്ഞു. സാറാണ് പറഞ്ഞത്. കീർത്തിയുടെ മുഖം വിളറി. സാർ ഇങ്ങനെയാണ്, തങ്കപ്പെട്ട മനുഷ്യൻ. കീഴ് ജീവനക്കാർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഉടൻ അന്വേഷിച്ചെത്തും. എൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടന്നപ്പോഴും അദ്ദേഹം വന്നിരുന്നു. കീർത്തി തല ഉയർത്തിയതേയില്ല. അവൾക്ക് വല്ലാത്ത സങ്കോചം തോന്നി. തന്നെ കാണാൻ വന്ന വിവരം എന്തിനാണ് ഇവരെയൊക്കെ അറിയിച്ചത്? അസുഖം മാറിയോ? പരമേശ്വരയ്യർ ചോദിച്ചു. മാറി. സൂക്ഷിക്കണം. പനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ടൈഫോയിഡായി മാറാൻ സാധ്യതയുണ്ട്. കീർത്തി സാറിനെ എന്തിനാ സ്വാമി പേടിപ്പിക്കുന്നത്? ആൻ്റണി ചോദിച്ചു. അയ്യർ അത് ശ്രദ്ധിച്ചില്ല. കുട്ടി 2 ദിവസം വരാതിരുന്നപ്പോൾ ഈ ഓഫീസിൻ്റെ ഐശ്വര്യം കെട്ടതുപോലെ തോന്നി. ഓഫീസായാൽ ഒരു സ്ത്രീ കൂടി ആവശ്യം വേണം. വീടായാൽ ഒരു സ്ത്രീ വേണ്ടേ? അതുപോലെ. അയ്യർ ചിരിച്ചു. ഒന്നിലധികമായാലും നല്ലത് തന്നെയല്ലേ സ്വാമി? ജനാർദ്ദനാണ്. പരമേശ്വരരെ കളിയാക്കി രസിക്കലാണ് അയാളുടെ പ്രധാന ഹോബി തന്നെ. കീർത്തി അത്ഭുതപ്പെട്ടു. സ്വാമി ഇങ്ങനെയൊക്കെ പറയുമോ? വെറും നിർഗുണബ്രഹ്മം ആണെന്നാണ് കരുതിയിരുന്നത്. അവൾ ചിരിച്ചു. ജോലികൾ ചെയ്യാനായോ? ഇല്ലെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ സാറിനോട് പറയാം. സാറൊന്നും പറയില്ല, വളരെ നല്ലവനാണ്. വേണ്ട, എൻ്റെ അസുഖമെല്ലാം മാറിയിരിക്കുന്നു. അയ്യർ സീറ്റിൽ ചെന്നിരുന്നു. വീണ്ടും ജോലികളിൽ മുഴുകി. പാവം മനുഷ്യൻ, കീർത്തി സ്വയം പറഞ്ഞു. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ മാധവൻ നായർ ഓടിപ്പോയി തിരിച്ചു വന്നു. കീർത്തി സാറിനെ വിളിക്കുന്നു. കീർത്തി ലെറ്റർ പാടും ഹാൻഡ് എടുത്ത് ജയനാരായണൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അയാൾ ഇരിക്കാൻ പറയും മുമ്പ് അവളിരുന്നു. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. സാർ വിളിക്കാതെ വന്നാൽ അവരൊക്കെ എന്തു വിചാരിക്കും? എന്തു വിചാരിക്കാനാണ്? എൻ്റെ സ്റ്റെനോയെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, കാണാം. കീർത്തി ചിരിച്ചു. അസുഖം മാറിയോ?
മാറി. പക്ഷേ ഞാൻ സാറിനോട് പിണങ്ങിയാണ്. എന്തിനാണ് ഹോസ്റ്റലിൽ വന്ന വിവരം ആ സ്വാമിയോട് പറഞ്ഞത്? അയാൾ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാണ്? എൻ്റെ സ്റ്റെനോഗ്രാഫർക്ക് സുഖമില്ലെന്നറിഞ്ഞാൽ അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ലേ? ഈ ഓഫീസിൽ ആർക്ക് അസുഖം വന്നാലും ഞാൻ പോയി അന്വേഷിക്കും. അത് ശരി. അപ്പോൾ അങ്ങനെയാണ് വന്നത്, അല്ലാതെ എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല. ഞാൻ വിചാരിച്ചു. അവളുടെ മുഖം വാടുന്നത് കണ്ട് അയാൾക്ക് രസം തോന്നി. ഇതാണ് പെൺബുദ്ധി. നോക്കൂ, ഞാൻ എല്ലാവരെയും അന്വേഷിക്കുന്നത് പോലെ കീർത്തിയെയും അന്വേഷിച്ചു. അല്ലാതെ നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലേ ഇല്ല. മനസ്സിലായോ? വലിയ ബുദ്ധി തന്നെ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇന്നും വരാതിരുന്ന് കളയുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്. എന്നാലും പെണ്ണല്ലേ, ജാതി മാറിക്കൂടുന്നുണ്ടോ? അങ്ങനെയാണോ എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത്? കീർത്തിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വരുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗിയുണ്ട്. ജയനാരായണൻ ചിരിച്ചു. അവൾ ഹാൻഡ് ബാഗ് തുറന്ന് കാസറ്റ് പുറത്തെടുത്തു അയാളുടെ നേർക്ക് നീട്ടി. ഇതാ എൻ്റെ സമ്മാനം. കാസറ്റ് പിടിച്ച അവളുടെ കൈപ്പത്തി സ്വന്തം കൈയിലാക്കി നിമിഷനേരം അയാൾ നിർവൃതിയിലെന്ന പോലെ ഇരുന്നു. പിന്നെ കൈവിട്ടു. താങ്ക് യു. അല്പം കഴിഞ്ഞ് അയാൾ പറഞ്ഞു, ലെറ്റർ പാഡ് എടുക്കൂ, എഴുതിയെടുത്തോളൂ. അയാൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൾ എഴുതിയെടുക്കാനും. കോഫി ഹൗസിലെ ഇരുണ്ട മുറിയിൽ പരസ്പരം നോക്കിയിരിക്കുമ്പോൾ ജയനാരായണൻ ചോദിച്ചു, ഇപ്പോൾ പേടി തോന്നുന്നുണ്ടോ? ആരെ? എന്നെ? ഈ ലോകത്തെ? ഇല്ല, തീരെ ഇല്ല. അവൾ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഇനി ഇങ്ങനെ വരില്ല. അതെന്താ? ഇത് ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട്. എന്താണ് ഇതിൽ ശരിക്കേട്? എനിക്ക് പറഞ്ഞു തരൂ. വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും തമ്മിൽ ശരിക്കും അടുത്തറിയണം, ഇടപഴകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. വിവാഹ പന്തലിൽ വെച്ച് ആദ്യമായി കാണുന്ന പെണ്ണിനെ എങ്ങനെ ഭാര്യയായി കാണാൻ കഴിയും? അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന പുരുഷനെ എങ്ങനെ ഭർത്താവായി കാണാൻ കഴിയും? എനിക്ക് കഴിയില്ല. നെവർ. എൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണമെന്ന് എനിക്കൊരു സങ്കല്പമുണ്ട്. അവളെ അടുത്തറിയാതെ എങ്ങനെ എൻ്റെ സങ്കല്പം യഥാർത്ഥമാകും? വലിയ വിപ്ലവമാണല്ലോ പറയുന്നത്. വിപ്ലവമല്ല കീർത്തി. നമ്മുടെ സമൂഹം ഇനിയും ഇതൊന്നും സമ്മതിച്ചു തരില്ല. മിക്ക വിവാഹബന്ധങ്ങളും ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത് പഴയ ആചാരങ്ങളെ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ്. തുരുമ്പ് പിടിച്ച ആചാരങ്ങളോടും മാമൂലികളോടും ഒക്കെ എനിക്ക് വെറുപ്പാണ്. കീർത്തി അത്ഭുതത്തോടെ ജയനാരായണനെ നോക്കി. തൻ്റെ മുന്നിലിരിക്കുന്നത് വളരെ വലിയ ഒരാളാണെന്ന് അവൾക്ക് തോന്നി. ആട്ടെ, ഞാൻ സങ്കല്പത്തിൽ കണ്ട ഭാര്യയാവുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഇന്നലെ കീർത്തിയുടെ പാട്ട് കേട്ടാണ് ഞാൻ ഉറങ്ങിയത്. കീർത്തി അരികിലിരുന്ന് എന്നെ പാടി ഉറക്കുകയാണെന്ന് തോന്നി. നുണ. സത്യമാണ് പറയുന്നത്. ഞാൻ കീർത്തിയോട് നുണ പറയില്ല. നമുക്ക് പോകാം. കീർത്തി എഴുന്നേൽക്കാൻ ഭാവിച്ചു. പോകാം. എന്താണ് തിരക്ക്? അല്പം കൂടി കഴിയട്ടെ. കീർത്തിയോടൊപ്പം കുറച്ചധികം നേരം ഇരിക്കാൻ ഇനി എപ്പോഴാണ് കഴിയുക? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. കീർത്തി വീണ്ടും എഴുന്നേൽക്കാൻ ഒരുങ്ങി. അയാൾ കൈപ്പിടിച്ചിരുത്തി. അരമണിക്കൂർ കഴിഞ്ഞ് പോകാം, അയാൾ പറഞ്ഞു. അരമണിക്കൂറോ? ഈശ്വര, എനിക്ക് പേടിയാണ്. ഇപ്പോൾ തന്നെ ഓഫീസിൽ ആർക്കൊക്കെയോ സംശയമുണ്ട്. സംശയിക്കട്ടെ. വിവാഹം കഴിയുന്നതുവരെ സംശയിക്കട്ടെ. അല്ലാതെ വഴിയില്ല. അയാൾ വീണ്ടും ഇരിക്കാനുള്ള മട്ടാണെന്ന് കണ്ടപ്പോൾ കീർത്തി എഴുന്നേറ്റു. പോകാം. ഇതിൽ കൂടുതൽ സമയം ഇരിക്കാൻ എനിക്ക് ധൈര്യമില്ല. അവൾ പുറത്തേക്ക് നടന്നു. ഹോസ്റ്റലിന് മുന്നിൽ അവളെ ഇറക്കി തിരിച്ചു പോകുമ്പോൾ ജയനാരായണൻ്റെ മുഖത്ത് പരിഭവമുണ്ടായിരുന്നു. അവൾക്ക് ചിരി വന്നു. കുട്ടികളുടെ സ്വഭാവം. സാരമില്ല, നാളെ കാണുമ്പോൾ പരിഭവമൊക്കെ മാറിയിരിക്കും. എത്ര പെട്ടെന്നാണ് പിണക്കവും ഇണക്കവും. ഇതെന്ന് തുടങ്ങി? ഓഫീസർ റഹ്മാൻ്റെ കാറിൽ യാത്ര? ഡെയ്സി ചോദിച്ചു. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കാർ കൊണ്ടുവന്ന് നിർത്തി. വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കയറിക്കോളൂ, സാരമില്ല. ഡെയ്സി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയി. കീർത്തിക്ക് ജാള്യത തോന്നി. താനും അവളെ പോലെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാണുന്നവരുടെയൊക്കെ കൂടെ കാറിൽ കയറുന്നവളാണ് താനും എന്ന് കരുതിയിട്ടുണ്ടാവും. പാവം ഡെയ്സി. അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അദ്ദേഹത്തെയും. നാളെ കാണുമ്പോൾ അദ്ദേഹത്തോട് പറയണം, നമുക്ക് എത്രയും വേഗം വിവാഹിതരാകണം. മാലതി ടീച്ചറും രാധികയുമൊത്ത് ഊണ് കഴിക്കുമ്പോഴും മുറ്റത്ത് നിലാവത്തിരുന്ന് സംസാരിക്കുമ്പോഴും ഡെയ്സിയുടെ അർത്ഥം വച്ചുള്ള ചിരിയും നോട്ടവുമായിരുന്നു അവളുടെ മനസ്സിൽ. കുറച്ച് തീരുമാനമെടുത്തിട്ടാണ് കീർത്തി ഉറങ്ങാൻ കിടന്നത്. കഥ തുടരും.